ഏത് മുന്നണിയിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന ചോദ്യം ജനങ്ങളിലേക്ക് എത്തിച്ച് ജീവൻ ടിവി തുടങ്ങിയ ജനഹിതയാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രത്തിലും ലഭിച്ചത്. ഗാന്ധി പാർക്കിൽ നിന്നാരംഭിച്ച് പേരൂർക്കട, നെടുമങ്ങാട്, കാട്ടാക്കട, ബാലരാമപുരം, നെയ്യാറ്റിൻകര, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങൾ പിന്നിട്ട് ശംഖുമുഖത്താണ് യാത്ര അവസാനിച്ചത്. ഇതിനോടകം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ തങ്ങളുടെ നാമനിർദ്ദേശങ്ങൾ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇടതു വലതു മുന്നണികളെ കൂടാതെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും BJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങളാണ് ലഭിച്ചത്. നിങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെയും ഒരു കൺസെപ്റ്റ് ഇങ്ങനെ തന്നെയാണ്. കാര്യം നമ്മുടെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് തന്നെയാണ്. അത് തന്നെ ആയിരിക്കണം ശരിക്കും ഓരോ പാർട്ടികളും ചെയ്യേണ്ടത്. വ്യക്തികളെ മാത്രമായി കണക്കിലെടുക്കാതെ സ്വന്തം മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായുള്ള ആത്മാർത്ഥ പ്രതികരണങ്ങളും ജനഹിതയാത്രയിൽ ദൃശ്യമായി. നമ്മുടെ ഈ തെക്കൻ മലയോര പ്രദേശത്തെ റെയിൽവേയുടെ പ്രത്യേക ഒരു അവഗണനയാണ് ഇത്. റെയിൽവേ ഈ പ്രദേശത്ത് ഇവിടെ റെയിൽവേ ലൈനും വന്നാൽ നമ്മുടെ ഈ പ്രദേശത്തെ യാത്ര ദുരിതം വളരെ ലഘൂകരിക്കാം. അതിരാവിലെ ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ച് ഈ രാത്രി വൈകി ശംഖുമുഖം കടപ്പുറത്ത് അവസാനിക്കുമ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് ജനഹിതയാത്രയിൽ പങ്കാളികളായി ഇതിന് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. തിരുവനന്തപുരത്ത് നിന്നും ടീം ജനഹിതത്തിനൊപ്പം അനുലാൽ, ജീവൻ ന്യൂസ്.